ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് നമ്മ പുതിയൊരു ഫ്രിഡ്ജ് വാങ്ങിന്. മുമ്പത്തെ ഫ്രിഡ്ജ് കുറച്ചൊരു കേടായിന്, പിന്നെ ഇങ്ങനെ തണുക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരു പുതിയ ഫ്രിഡ്ജ് വാങ്ങിയമാർക്ക്. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഉദ്ഘാടനം ആക്കേണ്ടത് സാധനമെല്ലാം ഇപ്പോൾ വെക്കേണ്ടത്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇതാ പാല് വെക്കുന്നു, ബിസ്മിയും കൂട്ടിയിട്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്റ്റ് ഞാൻ ഫ്രിഡ്ജിലേക്ക് പാല് വെക്കുന്നു. അപ്പൊ ഇനി ഇതാ മുട്ട, രണ്ടാമതായിട്ട് മുട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പുതിയ ഫ്രിഡ്ജ് അല്ലേ, അപ്പോൾ പുതിയ ഫ്രിഡ്ജ് നമുക്ക് കുറച്ച് സാധനമെല്ലാം വാങ്ങാന്ന് വിചാരിച്ചു. അങ്ങനെ രണ്ടാമത് മുട്ട വെക്കണം. അപ്പൊ ഇതെല്ലാം വെച്ചിട്ടായിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് നേരെ കാണിക്കണം, സാധനമെല്ലാം വെച്ചിട്ട്. ഓക്കെ, ഇനിയിപ്പോ നെക്സ്റ്റ് ഫ്രൂട്ട്സ് വെക്കാത്ത. അത് ഫ്രിഡ്ജിന്റെ ഉള്ളെല്ലാം ഞാൻ ഇന്നലെ രാത്രി എല്ലാം തോർത്തി വെച്ചിന്. നെക്സ്റ്റ് വിളിക്കുന്നുണ്ട്, നോക്കാം. അപ്പൊ ഇതാ മുട്ടൻ്റെ ഒരു ഇത് വാങ്ങണം, ട്രൈ മുട്ട വെക്കുന്നതില്ലേ, അതൊന്ന് മീഷോന്ന് വാങ്ങണം. പിന്നെ ഫ്രൂട്ട്സ് ഈ ഫ്രിഡ്ജിൽ വെച്ചെങ്കിലേ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇനി ഇതിപ്പോ ഞാൻ ഇത് ഫ്രിഡ്ജിലെ ഇത് മെയിൻ സാധനം ഫ്രിഡ്ജിൽ ഇത് ഞാൻ മുമ്പേ വാങ്ങിയിട്ട് വെച്ചത്. അപ്പോൾ ഞാൻ ഇതിന് തക്കാളിയെല്ലാം കഴുകിയിട്ട് ഇതിലിട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ഫ്രിഡ്ജിലും ഉണ്ടായിന്, അത് പിന്നെ പഴയതായി. അതുകൊണ്ട് ഞാനതിപ്പോൾ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചത്. നല്ല ഓഫറിലുണ്ടായിരുന്നു. 200 റുപ്യക്ക് 6 പീസ്, 203 റുപ്യക്ക് എന്തോ 6 പീസ് ഓഫറിലുണ്ടായത് ഞാൻ ഇത് വാങ്ങിയത്. അപ്പൊ ഇനി തക്കാളി ഇതിലിട്ടിട്ട് വെക്കാം. പിന്നെ കുറച്ച് തക്കാളി ഇതിങ്ങനെ ഇട്ടിട്ടില്ലേ, കഴുകിയിട്ട് നമുക്ക് ഇതിൽ തന്നെ കഴുകിയിട്ട് വെക്കാം. പിന്നെ തക്കാളി കുറച്ച് തന്നെ തക്കാളി ഇത് നല്ലതുപോലെ വാഷാക്കിയിട്ട് പിന്നെ ഇതിൽ തന്നെ മൂടിയിട്ട് തക്കാളി വെക്കാം. അപ്പൊ ഇതാ തക്കാളി ഇത് കഴുകി ഇത് മൂടിയിട്ട് വെക്കാം. ഇനിയിപ്പോ ഉണ്ടത് ഇനി വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും ഉണ്ടത്, അത് ബയ്യാനെ നല്ല മുറിച്ചിട്ട് അങ്ങനെ വെക്കാം. വലിയ ഉള്ളി എല്ലാം തൊലി കളഞ്ഞിട്ട് വെക്കാം, ചെറിയ ഉള്ളിക്ക് കുറച്ച് തൊലി കളഞ്ഞിട്ട് വെക്കാം. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി അതെല്ലാം ഒന്ന് പിന്നെ ചെത്തിയിട്ടെല്ലാം അങ്ങനെ വെക്കാം.
ഇനിയിപ്പോ ഇതാ നീരുള്ളി തൊലി കളഞ്ഞിട്ട് കവറിലിട്ടിട്ട് വെക്കുന്നത് നല്ലത്. തൊലി കളഞ്ഞിട്ട് കഴുകിയിട്ട് കവറിലിട്ടിട്ട് വെക്കണം. അത് നമുക്കില്ല എടുക്കാൻ എളുപ്പമല്ലേ. കറിക്കെല്ലാം രാവിലെ എല്ലാം സ്കൂളിൽ പോകുന്ന സമയത്ത് പിള്ളേർ എന്തെങ്കിലും കറി വെക്കാനെല്ലാം നല്ല എളുപ്പത്തിൽ ബിയ്യം എടുക്കാനോ. അങ്ങനെ സൗണ്ട് കുറക്കണം. അങ്ങനെ ഇതെല്ലാം എല്ലാം തൊലി കളഞ്ഞിട്ട് കഴുകിയിട്ട് നമുക്ക് എടുക്കാം. ഇനി നമുക്കിതാ ഈ ഉള്ളിയെല്ലാം നല്ലതുപോലെ കഴുകിയിട്ട് വരാം. ഇതെല്ലാം പുതിയ ഫ്രിഡ്ജ് വാങ്ങിയത് കൊണ്ട് ഞാൻ ഇങ്ങനെല്ലാം ചെയ്യുന്നില്ല. അങ്ങനെ പഴയതെങ്കിൽ ഇങ്ങനെ ഞാൻ ചെയ്യണമെന്നില്ല. ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് വെക്കാനല്ല പുതിയത് കാണുമ്പോ. ഇനി ഇത് കഴുകിയിട്ട് വരാം. അപ്പൊ ഇതാ അതിന്റെ ഇടയിൽ നിന്നില്ല എന്റെ മോള് ഞാൻ നീരുള്ളി മുറിക്കുമ്പോക്ക് ഓക്ക് ഇത് ബ്രെഡും പിന്നെ ഈ മൈനസും വേണമെന്ന് പറഞ്ഞ് നീരുള്ളി ഞാൻ മുറിക്കുന്നതിനകത്ത് അങ്ങനെ അതിപ്പോ ഒക്കെ കൊടുക്കുന്നു. അങ്ങനെ ഇതാ ഇത് നല്ലപോലെ കഴുകിയിട്ട് എക്സ്ട്രാ സാധനം അങ്ങനെ സ്റ്റോക്ക് എക്സ്ട്രാ സാധനം. ഇനി വെളുത്തുള്ളി ഉണ്ട്. വെളുത്തുള്ളിയും പിന്നെ ചെറിയ ഉള്ളിയും ഒരു അവിടെ തൂക്കാം. ഇതിന്റെ വെള്ളം ഉണ്ടെങ്കിലേ ഇതിന്റെ ഇതുണ്ടല്ലോ അപ്പൊ അതിൽ തന്നെ അത് ഊറിട്ട് പോകും വെള്ളം. ഇങ്ങനെ ഇങ്ങനെ 2 പീസാക്കിട്ട് വെച്ചേക്കാം. ഇതിപ്പോ എടുക്കുമ്പോൾ തീരും. വളരെ രസം. ഇതൊന്ന് എളുപ്പത്തിൽ കിട്ടാൻ അങ്ങനെ നല്ലല്ലേ. ഇപ്പൊ നീരുള്ളിന്റെ ബോക്സുമായി തക്കാളിന്റെ ബോക്സ്, ഇഞ്ചി, ചെറിയ ഉള്ളി, പച്ചമുളക്. ഫ്രിഡ്ജിൽ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ എടുക്കും ചെയ്യാം. നല്ല ഈസി ആയി പച്ചക്കറി ഇങ്ങനെ വളരെ മുറിച്ചിട്ട് വെക്കാം കവറിൽ. ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ഒരു ഇത് വെക്കാം. പിന്നെ വെളുത്തുള്ളി ഈ ഇഞ്ചി ചെറിയ ഉള്ളി ഇതെല്ലാം കുറച്ച് പണിയുണ്ട്. ഈസി അല്ലാലോ ചെറിയ ഉള്ളി ചെറുതാണ്. അത് ചെറിയ അതിലൊക്കെ ഉണ്ടല്ലോ ജീരകം ചൂടണം. വെളുത്തുള്ളിനല്ലേ ചൂടിങ്ങനെ എടുത്തിട്ട് നല്ലത് ഇങ്ങനെ നല്ലതാണ്. ചൂടി നമുക്ക് പിന്നെ എടുത്താൽ മതി. എന്നില്ലെങ്കിൽ ഇങ്ങനെ കേടാണ് ഇവിടെ മുള വരുന്നത് അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ചൂടി ഇടേണ്ടത് എടുക്കുന്നത് നല്ലത്. കറിയണോ അപ്പൊ ഇതാ ചെറിയ ഉള്ളി ഞമ്മ നല്ലതുപോലെ തൊലിയെല്ലാം കളഞ്ഞിട്ട് കഴുകിട്ട് ഇതെല്ലാം തന്നെ വെച്ച് കൊടുക്കാം. ഇഞ്ചി പച്ചമുളകിന്റെ പേസ്റ്റ് ഉണ്ട്. ഇത് നമുക്ക് തൽക്കാലത്തേക്ക് കാലം കോരാൻ അങ്ങനെയല്ല പെട്ടെന്ന് വേണ്ടുണ്ടെങ്കിൽ അങ്ങനെ ആക്കി തീർക്കുന്നതാണ്. പിന്നെ ഞാന് പറഞ്ഞില്ല എൻ്റെ അടുത്ത് എന്തില്ലെങ്കിൽ ഇഞ്ചി പച്ചമുളകിന്റെ പേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്തില്ല ഇങ്ങനത്തത് ഫ്രഷ് ആയിത്തേണ്ടത് കുറച്ചയക്കും ഇഞ്ചി പച്ചമുളകിന്റെ.
പിന്നെ ഇത് ഈ നീ എന്തപ്പാ ചെറുപുളിനെ ഇതിൽ വെച്ച് അപ്പം ഈ കുറേ കൂട് തുറക്കുന്നതായിട്ടേ ആവുമല്ലോ, കുറേ ആൾ തുറക്കുമ്പോൾക്ക് ഇനിയിപ്പോൾ എല്ലാം തന്നെ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ കുറേ ആൾ ഒന്നെടുത്താകുമ്പോഴേക്കും നമുക്കൊരു ഇതാവുന്നില്ലേ. അപ്പം ഇതിപ്പോൾ ഇത്ര തന്നെ ഉണ്ടത്. ഇനി ബാക്കിയുള്ള ഐറ്റം വെക്കാം. മീൻ അതെ എന്തെല്ലാം ഉണ്ട്, കുറച്ച് മീനുണ്ട്, ബ്രെഡ് ഐറ്റം എല്ലാം അങ്ങനെ വെച്ച് കൊടുക്കാം. അത് ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലെല്ലാം വെക്കാം. ഇതപ്പോൾ മുട്ട വെച്ച് ഫ്രൂട്ട്സ് വെച്ച് അവന് ഓരോന്ന് വെക്കാനിട്ട് വെച്ച് കൊടുക്കാം. അവിടെ മുകളിൽ വെക്കാൻ പറ്റാല, അവിടെ അത്ര സ്പേസ് ഇല്ല ഇത് വെക്കാന്, തിന്ന് വെക്കാന്. മൂന്നെണ്ണത്തിൽ അങ്ങനായി. അപ്പൊ ഞാനില്ലേ ഇനി എല്ലാം ഇതിൽ വെച്ചിട്ട് ഒന്ന് കാണിക്കാം. എല്ലാ ഐറ്റം ഒന്ന് വെച്ചിട്ട് ഒന്ന് ലാസ്റ്റ് കാണിച്ചു തരാം. റെഡിയായി. അതിൽ മീന്, പിന്നെ തേങ്ങ ചിരുവിയത്, ഇഞ്ചി, പച്ചമുളക്, വെള്ളുള്ളിൻ്റെ പേസ്റ്റ്. പിന്നെ ഞാനത് ഓർഡർ ആക്കിയിട്ടുണ്ട്, വേറെ ഓർഡർ ആക്കിയിട്ട് വാങ്ങല്. ഇതിൽ മുട്ടയിട്ട് നമ്മളെ സോസും കാര്യവും അങ്ങനത്തെ എല്ലാം, ഈരുള്ളി, പച്ചമുളക്, പാല്, ഫ്രൂട്ട്സ്, പിന്നെ ഇനി എല്ലാ ഐറ്റമും വരണ്ടത്ര അങ്ങനെ. ഇൻഷാ അള്ളാ ഞങ്ങൾ ഫ്രിഡ്ജ് ഉദ്ഘാടനം ആക്കുന്നു. അപ്പോൾ ഇൻഷാ അള്ളാ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി ഇൻഷാ അള്ളാ.